ആ വന്നു കയറി ഈ ചേച്ചിനെ കോസ്റ്റ്യൂം കൂടെ വിളിച്ചോണ്ട് പോയി ഒരു നൈറ്റ് കൊടുത്തു. അവരുടെ ഡ്രസ്സ് മാറണമല്ലോ, അത് മാറ്റിയൊരു തോർത്തും കൊടുത്തിട്ട് അങ്ങനെ ആ സംഭവം നടക്കുമ്പം നമ്മൾ ഇതൊന്നെ നോക്കി നിൽക്കുമല്ലോ. അവർ വന്ന് കയറിപ്പോയി അങ്ങനെ അതിശയം കാണുക. പിന്നീട് ഞങ്ങൾ കാണുന്നത്, ഞങ്ങൾ താഴെ അഭിനയിക്കാൻ നിൽക്കുന്നത്, ഞാൻ ജോജു ഒക്കെ നിൽക്കുന്ന ഗ്യാങ്ങിലേക്ക് വന്നിട്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അപ്പൊ ഈ ഷാപ്പിനകത്ത് ഞങ്ങൾ പുറത്തേക്കാ, ഷാപ്പിനകത്ത് ലിജോ സാർ ഒരു തോൾ സഞ്ചി തൂക്കി ഈ സ്ത്രീ ഈ ചേച്ചിയോട് എന്തോ സംസാരിക്കുന്നുണ്ട്, ഇങ്ങനെ ഇട്ട് കാണിക്കണ്ട്. ഞാൻ നോക്കി, എന്റെ മോളെ ഈ ചേച്ചി ടേക്ക് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ഫസ്റ്റ് ടേക്ക് തന്നെ ശരിയാക്കി. ആ ഡയലോഗ് കേട്ടു ഞങ്ങള്. ചേച്ചിനെ അവിടെ നിന്ന് വന്നു കയറി, ഡ്രസ് ഇട്ടു, കയറി സാറെന്ന് പറഞ്ഞു, കയറി ഒറ്റയടി ആദ്യത്തെ ടേക്ക്. പിന്നെ എന്തെങ്കിലും പ്രോബ്ലം നമ്മൾ മറ്റുള്ള ക്രൂ അല്ലേ ചെയ്യണേ, കുറെ പേരല്ലേ, അപ്പൊ അവിടെ എന്തോ പ്രോബ്ലം വന്നിട്ട് അതുപോലെ ആ ചേച്ചി കറക്റ്റായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പിടിച്ചെടുത്ത ചേച്ചി. അപ്പൊ ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ആളാണല്ലോ, അങ്ങനെ ഇപ്പൊ സമ്മതിക്കാമല്ലോ. അപ്പൊ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ ഒരേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, നമ്മള് അമരം സിനിമ അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം ആ ലൊക്കേഷനിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ സിനിമയുടെ ലൊക്കേഷനിൽ പല നമ്മൾക്ക് അത്ഭുതപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിക്കത് അത്ഭുതമായിപ്പോയി.